ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള റൈസ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ റൈസിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും നമുക്ക് കഴിക്കാൻ എന്താ പറയുക, ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിട്ടുള്ളത് എസ്പെഷ്യലി ബ്രൗൺ റൈസ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ബ്രൗൺ റൈസ് ആൻഡ് വൈറ്റ് റൈസിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റൈസ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്ടിൽ ഏകദേശം ഒരു 7000-ഓളം വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്. അതിൽ ഹെൽത്തി ആയിട്ടുള്ളതും നമുക്ക് ആരോഗ്യത്തിന് എന്താ പറയുക ഹാനികരമല്ലാത്തതും ആയിട്ടുള്ള റൈസുകൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ബ്രൗൺ റൈസ് എടുക്കണം. ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് പലർക്കും ഒരു ഡൗട്ടാണ്, എന്താണ് ഈ ബ്രൗൺ റൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബ്രൗൺ റൈസ് മീൻസ് തവിട് കളയാത്ത ധാന്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു റൈസിൻ്റെ ലെയേഴ്സ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പാളികൾ നോക്കുമ്പം 4 പാളികളായിട്ടാണ് നമ്മളൊരു റൈസിൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ളത്. 4 പാളികൾ എന്ന് പറയുമ്പം ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഹസ്ക് അല്ലെങ്കിൽ ഉമി എന്ന് പറയും. സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ ഒരു പുറത്തു നിന്ന് സെക്കൻഡ് ആയിട്ടുള്ള ലെയർ കാണിക്കുന്നതാണ് തവിട് അല്ലെങ്കിൽ ബ്രാൻ എന്നുദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ലെയറാണ് എൻഡോസ്പേംസ്, നാലാമത്തേത് ജേം. ഇതാണ് 4 ലെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രൗൺ റൈസ് എന്ന് പറയുമ്പം ഈ 4 ലെയറും അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു അഗ്രികൾച്ചർ ഏരിയയിൽ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടുന്നത് എന്ന് പറയുമ്പം ഈ ബ്രൗൺ റൈസിൻ്റെ ആ ഒരു ലെയേഴ്സ് ഒന്നും മോഡിഫൈ ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അതാണ് ബ്രൗൺ റൈസ്. ബ്രൗൺ റൈസിൽ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള മട്ടയരി, ചാമ, തിന, അതേപോലെ തന്നെ നമ്മൾ കഞ്ഞി വെക്കുന്ന കുത്തരിയൊക്കെ. ഇതിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം ഫൈബർ റിച്ച് ആണ്. അതേപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, ഫാറ്റ് പ്രസൻസ് ഇല്ല, അതേപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലെയേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള തവിട്, ഉമി, ദെൻ ഉള്ളിലത്തെ എൻഡോസ്പേംസ്, ജേംസ്, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ്. എസ്പെഷ്യലി ആ ഒരു ഉമിക്കകത്ത് അല്ലെങ്കിൽ തവിടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മട്ടയരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുന്നത്. ഇപ്പോൾ നമ്മൾ കലോറിഫിക് പാർട്ട് നോക്കുന്ന സമയത്ത് ബ്രൗൺ റൈസിലെ കലോറിഫിക് വാല്യൂ, നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം മട്ടയരിയോ അല്ലെങ്കിൽ കുത്തരിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ അടങ്ങിയിട്ടുള്ള കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 കിലോ കലോറീസ് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻസ് നോക്കുമ്പോൾ 20 to 25 ഗ്രാംസ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ക്വാളിറ്റി ആണെങ്കിൽ ഏകദേശം 3.5 ഗ്രാംസ് ഓഫ് ഫൈബർ ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾ ക്വാളിറ്റി ആ ഒരു കോട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു റൈസിലുള്ളത് കൊണ്ടാണ് നമ്മളത് കൂടുതൽ ഈ അസുഖമുള്ള ആളുകൾ, ഡയബറ്റീസ്, ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ള ആളുകളോടൊക്കെ കൂടുതൽ അത് പ്രിഫർ ചെയ്യാൻ പറയുന്നത്. കാരണം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധം അസുഖങ്ങൾ, ഈ ഫാറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ ഫൈബറിൻ്റെ പ്രസൻസ് ഉള്ളത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ നമ്മൾ വൈറ്റ് റൈസിൻ്റെ കേസ് നോക്കുമ്പം വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ ഈ ലെയേഴ്സ് എല്ലാം കളഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്നത് ജസ്റ്റ് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമാണ്. അതിലിപ്പം നമ്മൾ വെള്ളക്കുറുവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ചരിയൊക്കെയാണ് മെയിൻലി വൈറ്റ് റൈസിൻ്റെ ഭാഗത്തിൽ വരുന്നത്. നമ്മളിപ്പോൾ വൈറ്റ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു വയറ് നിറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും വൈറ്റ് റൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഫൈബർ എല്ലാം കളഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഉമി, തവിട് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മളെ കയ്യിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ കിട്ടുന്നത്. കലോറിഫിക് പാർട്ട് നോക്കുന്ന സമയത്ത് 100 ഗ്രാം വൈറ്റ് റൈസിൽ അടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു 200 മുതൽ 300 കിലോ കലോറീസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഫൈബർ ക്വാളിറ്റി നോക്കുമ്പോൾ 100 ഗ്രാം വൈറ്റ് റൈസ് എടുക്കുന്ന സമയത്ത് 0.5 to 0.8 ഗ്രാംസ് ആണ് ഫൈബർ ഉള്ളത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഫൈബർ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 30 ഗ്രാംസ് അല്ലെങ്കിൽ ഒരു 100 ഗ്രാം വൈറ്റ് റൈസ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 30 മുതൽ 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. കാർബ്സ് എന്ന് പറയുമ്പം എനർജി സോഴ്സ് ആണ്, അല്ലെങ്കിൽ കലോറിഫിക് പാർട്ടാണ്. അത് പിന്നെയും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മളിപ്പം ഈ ഒരു റൈസിൻ്റെ വെറൈറ്റീസിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യുന്നത് വൈറ്റ് റൈസ് ആയിരിക്കും. കാരണം കുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. അതായത് വേവ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് എന്താ പറയുക, അത് ബോയിൽ ചെയ്തെടുക്കാം. പക്ഷേ മട്ടയരിയോ അല്ലെങ്കിൽ നമ്മൾ കുത്തരിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് സമയം എടുക്കും വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക ഈസി മെത്തേഡ് സ്വീകരിക്കും. അതിലൊന്നാണ് നമ്മളിപ്പോൾ വൈറ്റ് റൈസ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഹെൽത്തിൻ്റെ ഫാക്ടർ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതും ആരോഗ്യ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതായിട്ടുള്ളത് ബ്രൗൺ റൈസ് ആണ്. അപ്പോൾ ഇനി തൊട്ടെങ്കിലും നിങ്ങൾ മറ്റെന്ത് അസുഖങ്ങൾ ഉള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാവട്ടെ,
അവരാരായാലും നമ്മൾ കൂടുതലായിട്ടും ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. വയറ് നിറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും കൊളസ്ട്രോള്, ഹൃദ്രോഗം, സ്ട്രോക്ക്, ഫാറ്റി ലിവർ, ഡയബറ്റിസ്, തൈറോയിഡ്, നമുക്കിപ്പോൾ വിരലിൽ എണ്ണാവുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആ ഒരു അസുഖങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ 2 നേരം റൈസ് കഴിക്കുന്നതിന് പകരമായിട്ട് കൂടുതലായിട്ടും ബ്രൗൺ റൈസ് ഉൾപ്പെടുത്തുക. അത് ഒരു നേരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്വാണ്ടിറ്റി പോർഷൻ നോക്കുമ്പം ഒരു പ്ലേറ്റിൻ്റെ 1/4 മാത്രമായിട്ട് വേണം നിങ്ങൾ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യേണ്ടത്. വൈറ്റ് റൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ലെസ് ക്വാണ്ടിറ്റിയിൽ മാത്രം 1/4 താഴെയായിട്ടുള്ള ഒരു വാല്യൂവിൽ മാത്രം നിങ്ങൾ വൈറ്റ് റൈസ് എടുക്കുക. അത് യൂഷ്വലി ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വൈറ്റ് റൈസ് ഒഴിവാക്കാം. പകരം നിങ്ങൾക്ക് ബ്രൗൺ റൈസ് തന്നെ പ്രിഫർ ചെയ്യുക. വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വൈറ്റ് റൈസ് എടുക്കരുത്, ബ്രൗൺ റൈസ് എടുക്കുക. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള തോരൻ, ഉപ്പേരി, പ്രോബയോട്ടിക് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് പാറ്റേൺ ഓഫ് ഈറ്റിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരുവിധം അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നത് കുറയ്ക്കും. നമ്മളെ രക്തക്കുഴൽ കുറച്ചൊന്ന് ഓക്കെ ആവും, കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരും. അങ്ങനെ എല്ലാം നമ്മൾ ആ ഒരു മെറ്റബോളിസം തന്നെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇനി തൊട്ടെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ബ്രൗൺ റൈസ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്